ഹലോ, ഞാൻ വിഷ്ണു. ഞങ്ങൾ വരുന്നത് ട്രിവാൻഡ്രം ഗവൺമെൻറ് ഹൈസ്കൂൾ കരിപ്പൂരിൽ നിന്നാണ്. ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേര് ഈ ഹാൻഡ് ആണ്. എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാനും ട്രിവാൻഡ്രം ഗവൺമെൻറ് HS കരിപ്പൂർ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ജസ്റ്റ് ലൈക്ക് എ മോഡൽ. ഇതൊരു മോഡൽ മാത്രമാണ്. ഇതെന്ന് വെച്ചാൽ ഈ ഹാൻഡ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഹാൻഡ്. ഈ ഹാൻഡ് കൊണ്ട് ഈ ഹാൻഡിൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ ഒരു അംഗവൈകല്യം സംഭവിച്ചു പോയ ഒരാൾക്ക്, അല്ലെങ്കിൽ കൈ നഷ്ടപ്പോയ ഒരാൾക്ക്, എക്സാമ്പിൾ ആർമിയിലുള്ള ഒരാളുടെ കൈ പാതി വെച്ച് കട്ട് ചെയ്ത് പോകുമ്പോൾ അയാൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് റോബോട്ടിക്കാണ്. ഇറ്റ്സ് ലൈക്ക് എ റോബോട്ടിക് സെൻസർ മൂവ്മെൻറ്റ്സ് ആണ് ഇതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2 മോട്ടോഴ്സ് വച്ചിട്ടാണ് ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതിനകത്തുള്ള സെൻസറാണ്. ഈ 2 സെൻസറാണ്. ഇതിൻ്റെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇതിനകത്ത് നമ്മൾ ഈ ഫുട്വെയറിലായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യമായ ചാർജിന് വേണ്ടി ഈ സെല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സെല്ല് 9 വോൾട്ടേജ് സെല്ലാണ്. നമുക്കിതിന് വേണമെങ്കിൽ 9 വോൾട്ടേജ് സെല്ലായതുകൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സെല്ലാം നടക്കുന്ന ലോ വോൾട്ടേജിൽ ആയതുകൊണ്ട് നമുക്കിതിൽ വേണമെങ്കിൽ സോളാറിലോട്ട് മാറ്റാം. സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം ഞങ്ങൾ ഈ മോഡലിൽ സോളാർ ഉപയോഗിച്ചിട്ടില്ല. അതിന് കാരണം ഇപ്പോഴുള്ള സോളാർ പാനലും മറ്റ് വാങ്ങണമെങ്കിൽ ഇത്തിരി കോസ്റ്റ് ആവും. പക്ഷേ ഇനി ഒരു 4-5 വർഷം കൂടി കഴിയുമ്പോൾ ഇതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഫ്ലെക്സിബിൾ സോളാർ പാനലും എല്ലാം നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നമുക്കിതിനോട്ട് മാറ്റാം. ഇപ്പം ഞങ്ങളിതിൻ്റെ ബോർഡ് ചെയ്തിരിക്കുന്ന ഫുൾ സ്റ്റീലിലാണ്. ഫുൾ സ്റ്റീലിങ് റബ്ബർ കോട്ടിങ്ങുമാണിത്. ഈ റബ്ബർ കോട്ടിങ്ങും ഫുൾ സ്റ്റീലും. ഈ സ്റ്റീൽ ഉപയോഗിച്ചത് കൊണ്ട് ഇതിന് വെയിറ്റ് ലോ വെയിറ്റ് ആണെങ്കിലും ഇത്തിരി വെയിറ്റ് ഉണ്ട്, എന്നാലും ലോ വെയിറ്റ് ആണ്. ഇതിൻ്റെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് സെൻസർ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞല്ലോ. ഈ സെൻസറിന് 2 പ്രത്യേകതയാണ്. ഒന്നെന്ന് പറയുന്നത് ഈ സെൻസർ 2 മോഡൽസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇതിൽ 1 പ്രോഡക്റ്റ് എന്ന് പറയുമ്പം അതിൽ ഒരു മോട്ടോറിനെ ഫ്രണ്ടിലോട്ട് പ്രവർത്തിപ്പിക്കാൻ ജസ്റ്റ് ലൈക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ പവർ ഓൺ സ്വിച്ച് ഓഫ് ഉണ്ട്. അതിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഞങ്ങളിന്ന് ധരിക്കുകയാണ്. ഓക്കെ, ദെൻ പാതി കട്ട് ചെയ്യുന്ന ആളിന് ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ കൈ ഇപ്പം ഫുൾ കൈ ആയതുകൊണ്ട് പാതിയെ കയറ്റാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതാ ഇവിടെ വരെ വരും. കീരി വച്ചിട്ട് ഇവിടെ 2 ക്ലിപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ ക്ലിപ്പ് ഇടുക. ഇറ്റാൻ കഴിഞ്ഞു. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതിനെ മൂവ് ചെയ്യണമെങ്കിൽ ഇതാ ഈ ഫിംഗേഴ്സ് കൊണ്ട് ഈ സെൻസറിൽ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതിയാവും. നമുക്ക് സാധനങ്ങൾ എടുക്കാം. ഏത് ഷേപ്പിൽ വേണമുള്ള സാധനം നമുക്ക് എടുക്കാം. കണ്ടോ ഏത് ഷേപ്പ്? ഇതിപ്പോൾ സിലിണ്ടറിക് ഷേപ്പാണ്. ഇതെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിന് വേണ്ട പവർ, ഇപ്പം ഏത് സാധനം എടുക്കണമെങ്കിലും അതിനൊരു പ്രത്യേക പവർ വേണം. ആ പവർ സെൻസ് ചെയ്യുന്നത്
ഇതാ ഈ ഒരു സെൻസറാണ്. ഈ ഒരു സെൻസർ ഇതിന് വേണ്ട പവർ, ഇപ്പം എനിക്കൊരു സാധാരണ കപ്പ് എടുക്കണമെങ്കിൽ ഇങ്ങനെ ആക്കണ്ടല്ലോ, ജസ്റ്റ് ലൈക്ക് ഇത്ര മതി. അതിന് വേണ്ട പവർ ഇത് നിർണ്ണയിക്കും. അതിൽ നിന്ന് സെൻസർ എടുക്കും. പിന്നെ ഇതാ ഈ സെൻസറിനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റാം. ഇതിങ്ങനെ നമുക്കിരിക്കണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിങ്ങനെ വയ്ക്കാം. ഇപ്പോൾ ഇത് മോഡൽ മാത്രമാണ് ഞങ്ങളിങ്ങനെ വച്ചിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ വെള്ളം നമുക്ക് എടുക്കാം. വെള്ളം ശകലം മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിന് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്ന സെൽസിലാണ്. അതായത് 9 വോൾട്ടേജ് സെല്ല്, 3.1 വോൾട്ടേജ് സെല്ല്. ഇതിൽ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന 2 തരം മോട്ടറാണ്. ഹൈഡ്രോക്ലോറിക് മോട്ടറും ഒന്ന് സാധാരണ ഇലക്ട്രിക് മോട്ടറുമാണ്. ഈ മോട്ടറിന് പ്രവർത്തിച്ചിരിക്കുന്ന സെൽസ് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ലോ വോൾട്ടേജ് ആണല്ലോ, അപ്പോൾ ഇത് നമുക്ക് സോളാറിലാക്കാം. സോളാറിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്ക് എനർജി സേവ് ചെയ്യാം. പിന്നെ ലോ കോസ്റ്റാണ്. പിന്നെ ഇതിന് നമുക്ക് ഇൻഡസ്ട്രിയലായിട്ടാണെങ്കിൽ ഈ സ്റ്റീലിന് പകരം പ്ലാസ്റ്റിക് ആകാം. ഇപ്പോൾ ഇത് സ്റ്റീൽ കോട്ടിംഗ് ആണ്. ഇതിൻ്റെ സ്കെൽട്ടൺ ബോഡി സ്റ്റീലിലാണ്. സ്കെൽട്ടൺ ബോഡി സ്റ്റീലിലും ഇതിൻ്റെ കോട്ടിങ് റബ്ബറാണ്. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇതിന് ഇപ്പം നമ്മളൊരു കാർ വാങ്ങുമ്പോൾ ഒരു ഓപ്ഷൻസ് എല്ലാം കാണുമല്ലോ, അതേപോലെ നമ്മളിത് വാങ്ങുമ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസും കാണും. എക്സാമ്പിൾ EPS സിസ്റ്റം, പിന്നെ സെർച്ചിങ് ലൈറ്റ്, മൊബൈൽ ചാർജർ, ഇതെല്ലാം ഇതിനകത്ത് വരാം. ഇതിൻ്റെ സൈസ് കുറയ്ക്കുമ്പം നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇത് ഉപയോഗിക്കുമ്പം ഇതിൻ്റെ സൈസ് ഇനി കുറയും. ഇപ്പോൾ സോളാർ പാനലാകുമ്പോൾ അതിന് വേണ്ട ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സോളാർ പാനൽ ഇപ്പം നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ 2 വർഷം കഴിയുമ്പം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സോളാർ പാനൽ ഉണ്ടാവും. അപ്പോൾ ഫ്ലെക്സിബിൾ ആകുമ്പോൾ അതിൻ്റെ സൈസും കുറയും, അതിന് വേണ്ടുള്ള സെൽസിൻ്റെ സൈസും കുറയും. അപ്പം ആൾമോസ്റ്റ് ഇതിൻ്റെ സൈസും കുറഞ്ഞിരിക്കും.